ടേബിളിന്റെ ഓർത്തിരിക്കുന്നേ. Good morning. Good morning. Morning. എന്താണ് നമ്മുടെ ക്ലാസ്സുകളെല്ലാം വൈകി വരുന്നത്? എത്രയ്ക്കല്ലേ ക്ലാസ്? ഇതെറ്റി വൈകിയത്? ഓക്കെ, അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു നിർത്തിയത് എത്ര വരെ ആയിരുന്നു? ഫീഡ്ബാക്ക് ലൂപ്പ് വരെ നമ്മൾ പറഞ്ഞു നിർത്തി അല്ലെ? 7th പോയിന്റ് വരെ നമ്മൾ പറഞ്ഞു നിർത്തി. എന്താണ് 7th പോയിന്റ് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ എന്താണ് ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ? അതിൽ ഓരോ പ്ലാനുകളാണ് നമ്മൾ പഠിച്ചത് അല്ലെ? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ പ്ലാൻ ഉണ്ട്, സെക്കൻഡ് വൺ റിക്രൂട്ടിംഗ് പ്ലാൻ ഉണ്ട്, തേർഡ് വൺ ഡെവലപ്മെന്റ് പ്ലാൻ ഉണ്ട്, ഫോർത്ത് വൺ എന്ന് പറയുന്നത് റിട്ടൻഷൻ പ്ലാൻ ആയിരുന്നു, ഫിഫ്ത് വൺ അസസ്മെന്റ് പ്ലാൻ ആൻഡ് ഔട്ട്പ്ലേസ്മെന്റ് പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ 7th വൺ എന്താണ്? ഫീഡ്ബാക്ക് ലൂപ്പ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് ടാലന്റ് മാനേജ്മെന്റ് ഇനീഷ്യേറ്റീവ്സ്. ഓക്കെ, ടാലന്റ് മാനേജ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയോ ഒരു ഓർഗനൈസേഷന്റെ സക്സസിന് വേണ്ടതായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെ നമുക്ക് എടുക്കേണ്ടത്? ഇനീഷ്യേറ്റീവ്സ് ഏതൊക്കെയാണ് വരുന്നത്? മെയിൻറ്റെയിനിങ് ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി, recognition and reward, providing opportunities, role design, job rotation, training and development, succession planning, flexibility, relationship management, self motivation. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പോയിന്റ് വൈസ് ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഓരോ പോയിന്റ് വൈസ് നമ്മൾ പഠിക്കുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ടാലന്റ് മാനേജ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതാണ് എന്തൊക്കെയാണ്? മെയിൻറ്റെയിനിങ് ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി, റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡ്, പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ്, റോൾ ഡിസൈൻ, ജോബ് റൊട്ടേഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, സക്സഷൻ ഓഫ് പ്ലാനിങ്, ഫ്ലെക്സിബിലിറ്റി, റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, സെൽഫ് മോട്ടിവേഷൻ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. The managers and the higher authorities need to take the initiative to pave the way of the personal development and the long-term association with the organization. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? മാനേജേഴ്സും അതുപോലെ തന്നെ ഹയർ അതോറിറ്റീസ് അല്ലെ? മാനേജേഴ്സും ഉണ്ടാവും, അതുപോലെ തന്നെ പല മേലധികാരികളും ഓർഗനൈസേഷനിൽ ഉണ്ടാവും അല്ലെ? അവരൊക്കെ എന്താണ് ഓർഗനൈസേഷന്റെ എന്താണ് ഒരു പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ലോങ് ടേം അസോസിയേഷൻ ദീർഘകാല ബന്ധത്തിന് വേണ്ടിയിട്ടും എന്താണ് മുൻകൈ എടുത്തുകൊണ്ട് ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് ഇവരൊക്കെ ഹയർ അതോറിറ്റീസ് ആയാലും അതുപോലെ തന്നെ മാനേജേഴ്സ്മാരായാലും എന്തിനു മുൻകൈ എടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്? പേഴ്സണൽ ഡെവലപ്മെന്റിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് നല്ല രീതിയിൽ പേഴ്സണൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ഒരു ദീർഘകാലം അവരുമായിട്ടൊരു നല്ല രീതിയിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് അല്ലെ? ലോങ് ടേം അസോസിയേഷൻ ദീർഘകാലമായിട്ടുള്ള ഒരു ബന്ധത്തിന് വേണ്ടിയിട്ടും വഴിയൊരുക്കുന്നുണ്ട്. Some of the way in which a manager can motivate and retain employees are as follows. അതുപോലെ തന്നെ എന്താണ് ഒരു മാനേജർക്ക് ജീവനക്കാരെ പ്രചോദിപ്പിക്കാനായിട്ടും നിലനിർത്താനായിട്ടും കഴിയുന്ന ചില വഴികൾ ഉണ്ടെന്നാണ് പറയുന്നത്. അവരെ നിലനിർത്താനായിട്ടും അവർക്ക് പ്രചോദനം ഉണ്ടാക്കുന്ന രീതിയിലുമുള്ള ചില വഴികള് അവര് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ആ വഴികൾ എന്നാണ് ആ ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കാം. ഫസ്റ്റ് എന്താണ്? റെക്കഗ്നിഷൻ. നമ്മൾ എന്താണ് അവരെ തിരിച്ചറിയണം. റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാല് തിരിച്ചറിയുക അല്ലെ?
നോക്കാം. Recognizing employees' contribution and their work on individual grounds boost up self-confidence in them. എന്താ പറയുന്നത്? ആ എംപ്ലോയീസിനെ തിരിച്ചറിയുക, അവരുടെ കോൺട്രിബ്യൂഷൻ അല്ലെ, അവരുടെ കോൺട്രിബ്യൂഷനെയും അവരുടെ വർക്കിനെയും, ഒരു ഇൻഡിവിജ്വലിന്റെ, അവിടെ വർക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വലിന്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ അവന്റെ വർക്ക് എങ്ങനെയാണ്, നല്ല രീതിയിൽ നമുക്ക് എന്താണ് സെൽഫ് കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് അത് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ടുള്ള രീതികൾ കൊടുത്തുകൊണ്ട് നല്ല രീതിയിലെ വർക്കുകൾ അവരെ കംപ്ലീറ്റ് ആക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓരോ എംപ്ലോയീസിനെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് എന്തൊക്കെയാണോ നമ്മൾ കൊടുക്കേണ്ടത്, ട്രെയിനിങ്ങൾ കൊടുക്കണോ, എന്തിലൊക്കെയാണോ അവർക്ക് എന്താണ് കുറവുകളുള്ളത്, സ്കില്ലിലാവാം, നോളജിലാവാം അല്ലെ, അതൊക്കെ അറിഞ്ഞുകൊണ്ട് എംപ്ലോയീസിന് വേണ്ടതായിട്ടുള്ള കോൺട്രിബ്യൂഷനും അതുപോലെ തന്നെ അവരുടെ വർക്കിനെയും നമ്മൾ എന്ത് ചെയ്യണം, അംഗീകരിക്കുന്നതിലൂടെ അല്ലെ. റെക്കഗ്നൈസിങ് എന്ന് പറഞ്ഞാല് അംഗീകരിക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്, അവര് ചെയ്യുന്ന ജോലികള്, ഇപ്പൊ നമുക്ക് തന്നെ ഒരു ഓർഗനൈസേഷനിൽ ചെന്ന് കഴിയുമ്പോ അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളായാലും മേലധികാരികളായാലും നമ്മളെ അംഗീകരിക്കുന്നുണ്ട് എന്നൊരു എന്താ മനസ്സിലൊരു ബോധ്യം തോന്നി തുടങ്ങുമ്പോ നമ്മൾ എന്താണ് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ നമുക്ക് കഴിയും അല്ലേ. അവിടേക്ക് വരാനായിട്ടും അവർ എന്ത് ജോലി തന്നിട്ടുണ്ടെങ്കിലും അത് ചെയ്യാനായിട്ട് നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും അല്ലെ. അവർ അംഗീകരിക്കുന്നുണ്ട്, കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. മേലധികാരികളായാലും അതുപോലെ തന്നെ എന്താ നമ്മുടെ സൂപ്പർവൈസർ ആയാലും കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ആയാലും നമ്മൾ അംഗീകരിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ജോലി തന്നിട്ടുണ്ടെങ്കിലും അത് ചെയ്യാനായിട്ട് ഒരു കോൺഫിഡൻസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യും അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത് റെക്കഗ്നിഷൻ. ഇനി നെക്സ്റ്റ് എന്താണ്? റെമ്യൂണറേഷൻ ആൻഡ് റിവാർഡ്. Increasing pay and remuneration of the employees as reward for their better performance. ഇനി എന്താണ്? നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വർക്കേഴ്സുകൾ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ എന്ത് കൊടുക്കണം? നല്ല രീതിയിലുള്ള റെമ്യൂണറേഷൻ, സാലറി കൊടുക്കണം അല്ലെ. അതുപോലെ തന്നെ റിവാർഡുകൾ, പാരിതോഷികങ്ങൾ അവർക്ക് കൊടുക്കണം. ഇപ്പൊ ഈ വർഷം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ കണ്ടെത്തി നമ്മൾ അവർക്ക് റിവാർഡുകൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള എംപ്ലോയീസിനും എന്തുണ്ടാവും? ഒരു വാശി ഉണ്ടാവും അല്ലെ. അടുത്ത വർഷം ഞാൻ ഈ റിവാർഡ് വാങ്ങും അല്ലെ, അങ്ങനെ ഒരു വാശി ഉണ്ടാവും. അപ്പൊ എന്താണ്? ഓർഗനൈസേഷൻ നല്ല രീതിയിൽ സക്സസ് ഉണ്ടാക്കാനായിട്ട് കഴിയും ഇല്ലേ. ഓരോ എംപ്ലോയീസിന്റെയും മനസ്സിൽ എന്തുണ്ടാവും? ഒരു വാശി, നല്ല രീതിയിൽ പെർഫോം ചെയ്യണം, അടുത്ത പ്രാവശ്യം ഞാൻ വാങ്ങിക്കും ഇല്ലേ. നമ്മളുടെ ഇടയിലും അങ്ങനെ ഉണ്ടാവും അല്ലെ. ഇപ്പോ ക്ലാസ്സിലൊക്കെ എക്സാംസ് നമ്മൾ പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ടീച്ചർ നല്ല ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട് ചില കുട്ടികൾക്ക്. നല്ല രീതിയിൽ ഇപ്പൊ 50-ൽ 50, 100-ൽ 100 വാങ്ങിച്ച കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലേ. അപ്പൊ നമുക്കും ഒരു വാശി ഉണ്ടാവും, അടുത്ത എക്സാമിന് ഞാൻ വാങ്ങിക്കും. അപ്പൊ അടുത്ത എക്സാമിന് ഞാൻ വാങ്ങിക്കുമ്പോ അടുത്ത പ്രാവശ്യം എനിക്കായിരിക്കും ഇങ്ങനെ ടീച്ചറുടെ കയ്യിൽ ഗിഫ്റ്റ് കിട്ടുന്നത്. അങ്ങനെ ഒരു വാശി ഉണ്ടാവും അല്ലെ കുട്ടികൾക്കായാലും. ഓക്കെ, അതുപോലെ തന്നെയാണ് ഓർഗനൈസേഷനിൽ റിവാർഡുകൾ കിട്ടുമ്പോ എന്താണ്? അടുത്ത പ്രാവശ്യം ഞാനായിരിക്കും വാങ്ങിക്കുന്നത്, എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യണം എന്നുള്ളൊരു വാശി എന്താണ് ഓർഗനൈസേഷനിൽ പീപ്പിൾസിന്റെ ഇടയിൽ അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ഇടയിൽ തോന്നിത്തുടങ്ങും. അവർക്ക് നല്ല രീതിയിലുള്ള റെമ്യൂണറേഷനും റിവാർഡൊക്കെ കിട്ടുമ്പോ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ അവർക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെന്താ? പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ്, ഗിവിംഗ് ദ ചാർജ് ഓഫ് challenging projects to the employees along with the authority and the responsibility of the same makes them more confident. അപ്പൊ എന്താ പറയുന്നത്? പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റി. ഇപ്പോ ചലഞ്ചിങ് ആയിട്ടുള്ള പ്രൊജക്ട് വർക്കുകളൊക്കെ ഓരോ എംപ്ലോയീസിനും കൊടുത്തു കഴിയുമ്പോൾ അല്ലെ, മാനേജേഴ്സ് ആയാലും മേലധികാരികളായാലും എംപ്ലോയീസിന് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്കത് ചെയ്യാൻ പറ്റും, അവർക്ക് അതിനുള്ള സ്കില്ലുണ്ട്, നോളജ് ഉണ്ട് എന്നുള്ള ഒരു രീതിയിലാണ് ഈ മേലധികാരികള് ഈ എംപ്ലോയീസിന് ഇങ്ങനെയുള്ള ചലഞ്ചിങ് പ്രൊജക്ടുകൾ കൊടുക്കുന്നത്. അപ്പോ എംപ്ലോയീസിന്റെ മനസ്സിൽ എന്താ തോന്നുക? എന്നെ അവർ അംഗീകരിക്കുന്നുണ്ട്, എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ തോന്നി തുടങ്ങിയത് കൊണ്ടാണ്, അവർക്കൊരു തോന്നലുള്ളത് കൊണ്ടാണ് അങ്ങനെ എനിക്ക് തന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ എംപ്ലോയിയുടെ രീതിയിൽ നോക്കുമ്പോൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ആ ചലഞ്ചിങ് ആയിട്ടുള്ള പ്രൊജക്ട് വർക്ക് കംപ്ലീറ്റ് ആക്കി കൊടുക്കണം അല്ലെ, സക്സസ് ആക്കി കൊടുക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നി തുടങ്ങും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള പ്രൊജക്ടുകളൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അംഗീകരിക്കുന്നുണ്ടെന്നുള്ള മനസ്സിലാവും.
അവർക്ക് നല്ലൊരു കോൺഫിഡൻസ് കൂടും, നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ആ പ്രൊജക്ട് നല്ല രീതിയിൽ സക്സസ് ആക്കാനായിട്ട് അവര് എന്താ അവരെ കൊണ്ട് അവർക്ക് കഴിയുന്ന വിധത്തിൽ അവരെ സക്സസ് ആക്കാനായിട്ട് നോക്കും. ഓക്കെ, ഇനി എന്താ റോൾ ഡിസൈൻ. The role of the employees in the organization must be designed to keep them occupied and committed. It must be flexible enough to inculcate and adapt to the employees' talent and knowledge. എന്താ ഇവിടെ പറയുന്നത്? റോൾ ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവനക്കാരുടെ കഴിവ്, ഉൽപാദനക്ഷമത, ജോലി സംതൃപ്തി എന്നിവ പരമാവധിയാക്കുന്ന രീതിയില് അല്ലെങ്കിൽ തരത്തില് റോളുകള് ക്രമീകരിക്കണം. അതുവഴി സ്ഥാപനത്തിന് അർത്ഥവത്തായ സംഭാവന നൽകാനായിട്ട് അവരെ സഹായിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ കഴിവ് അല്ലെ, ഓരോ എംപ്ലോയീസിന്റെയും കഴിവനുസരിച്ച്, അതുപോലെ തന്നെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്താ അവർക്ക് അവർ ചെയ്യുന്ന ജോലിയില് സാറ്റിസ്ഫാക്ഷൻ അല്ലെ, സംതൃപ്തി, ഇതൊക്കെ പരമാവധിയാക്കുന്ന രീതിയിൽ റോളുകള്, ഓരോരുത്തരുടെയും റോളുകൾ നമ്മൾ ക്രമീകരിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. അങ്ങനെ ക്രമീകരിച്ചു വരുമ്പോ എന്താണ്, ഒരു സ്ഥാപനത്തിന്റെ അർത്ഥവത്തായിട്ടുള്ള സംഭാവനകള് അല്ലെ, അവരുടെ രീതിയിൽ അവരുടെ കഴിവിനനുസരിച്ച് എന്താണ് ഒരു സക്സസ് ഉണ്ടാക്കാനായിട്ട്, ഓർഗനൈസേഷനിൽ സക്സസ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ രീതിയിൽ അവർക്ക് സംതൃപ്തിയുള്ള രീതിയിൽ ജോബ് റോളുകൾ ഡിസൈൻ ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, ഇനി ജോബ് റൊട്ടേഷൻ. എംപ്ലോയീസ് ലാക്ക് enthusiasm if they perform the same kind of work daily. Thus the job rotation or temporarily shifting of the employees from one job to another within the organization is essential to keep them engaged and motivated. എന്താണ് ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാല്? ജോബ് റൊട്ടേഷൻ എന്ന് പറയുമ്പോ എന്താ, ദിവസവും ഒരേ തരത്തിലുള്ള ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഉത്സാഹം കുറയും ഇല്ലേ? ഒരേ രീതിയിൽ ജോലി ചെയ്യുന്നതാണെങ്കിൽ എന്താണ്, അവർക്ക് ഉത്സാഹം അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ടുള്ളൊരു ഉത്സാഹം കുറയാനായിട്ട് ഇടവരും അല്ലെ. നമ്മളായാലും എല്ലാ ദിവസവും വന്ന് നല്ല രീതിയിൽ ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നല്ല രീതിയിൽ ടഫായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ആ ജോലി കുറച്ചുനാൾ നമ്മൾ നല്ല രീതിയിൽ ഉത്സാഹത്തോടെ ചെയ്യും. പിന്നീട് നമുക്ക് മടുപ്പ് തോന്നി തുടങ്ങും അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? അതിനാൽ ജീവനക്കാരെ ജോലിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് താൽക്കാലികമായിട്ട് മാറ്റുകയോ അല്ലെങ്കിൽ മറ്റൊരു ജോലിയിൽ വ്യാപൃതനാക്കുകയോ ചെയ്യുന്നതാണ് ജോബ് റൊട്ടേഷൻ. അവർക്ക് എന്താണ്, ആ ജോലിയോട് മടുപ്പ് തോന്നില്ല അല്ലെ. ചിലപ്പോ ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം ഒരു ജോലിയിൽ അവർ തുടരുന്നു, പിന്നീടുള്ള 6 മാസം വേറൊരു ജോലിയിൽ, ചിലപ്പോ ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വേറൊരു റോളിലേക്കായിരിക്കാം അവർ മാറുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ എന്താണ്, അവർക്ക് മടുപ്പ് തോന്നില്ല, അല്ലെങ്കിൽ എന്താ ജോലി ചെയ്യാനായിട്ട് ഉത്സാഹം കൂടും അല്ലെ. നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും അവര്. ഒരേ രീതിയിലുള്ള ജോലിയാണെങ്കിൽ എന്താണ്, അവർക്ക് മടുപ്പ് തോന്നും, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. ചിലപ്പോ ഓർഗനൈസേഷനിലൂടെ വരാൻ തന്നെ അവർക്ക് മടുപ്പ് തോന്നും അല്ലെ. ആക്സനിസം അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങള് വരാനായിട്ടും ഒഴിഞ്ഞു പോകാനായിട്ടും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ എന്താ ജോബ് റൊട്ടേഷൻ അല്ലെ, ഒരു ചിലപ്പോ ഒരു എന്താ 3 മാസം അല്ലെങ്കിൽ 6 മാസം ഒരു ജോബ് ആയിരിക്കും ചെയ്യുന്നത്. പിന്നീട് അടുത്ത 6 മാസം എന്താണ്, ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ നെക്സ്റ്റ് ജോബ് ചെയ്യുന്ന നെക്സ്റ്റ് ഒരു ജോബ് റോളിലേക്ക് അദ്ദേഹത്തെ മാറ്റുകയാണെങ്കിൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, ജോബ് റൊട്ടേഷൻ വരെ ഒന്ന് വായിച്ചു നോക്കിയേ. ജോബ് റൊട്ടേഷൻ വരെ വായിച്ചു നോക്കാം കേട്ടോ. Recognition, remuneration and reward, providing opportunity, job design, job rotation. ഓരോന്നും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ,
Okay, next നോക്കാം training and development. R&D job training, e-learning programs, work-related tutorials, educational courses, internship, etc. are the essential to enhance the competency skill and the knowledge of the employees. Okay, ഇങ്ങനെയുള്ള ട്രെയിനിങ്ങിലൂടെയൊക്കെ നമുക്ക് എന്താണ് എംപ്ലോയീസിന് നല്ല രീതിയിൽ സക്സസ് ആക്കിയിട്ട് മറ്റുള്ള ഇപ്പോ മറ്റുള്ള ഓർഗനൈസേഷൻ എംപ്ലോയീസിനെ കാട്ടി കൂടുതൽ നല്ല രീതിയിൽ സ്കില്ലും നോളജും വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാംസിലൂടെ. അതുപോലെ തന്നെ എന്താണ് ഇന്റേൺഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് എംപ്ലോയീസിന് എന്ത് കിട്ടുന്നുണ്ട്, ട്രെയിനിങ്ങുകൾ കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ അതിലൂടെയൊക്കെ അവരുടെ ആ സ്കില്ലുകളായാലും നോളജുകളായാലും ഡെവലപ്മെന്റ് ചെയ്തെടുക്കാനായിട്ടും നല്ല രീതിയിൽ ഓർഗനൈസേഷണൽ സക്സസ് ഉണ്ടാക്കിയെടുക്കാനായിട്ടും കഴിയുന്നുണ്ട്. സക്സഷൻ പ്ലാനിങ്, internal promotion helps identify and develop an individual who can be the successor to senior positions in the organization. Succession planning എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥാപനത്തിലെ ഉന്നത സ്ഥാനങ്ങൾക്ക് പിൻഗാമിയാകാൻ കഴിയുന്ന ഒരു വ്യക്തിയെ തിരിച്ചറിയാനും വികസിപ്പിക്കാനും ഇന്റേണൽ പ്രൊമോഷൻ സഹായിക്കുന്നുണ്ട്. നമ്മള് ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റേണലി നമ്മള് ഓരോ സീനിയോറിറ്റി ഒക്കെ നോക്കിയിട്ട് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യുന്നുണ്ട്, പ്രമോഷനുകൾ കൊടുക്കുന്നുണ്ട് അല്ലെ. അതിനെയാണ് സക്സഷൻ പ്ലാനിങ് എന്ന് പറയുന്നത്. കാരണം എന്താണ്, ആ സീനിയോറിറ്റി അല്ലെ, അയാൾക്ക് അത്ര എക്സ്പീരിയൻസ് കാര്യങ്ങളുണ്ട്, നോളജ് ലെവൽ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്, അത്ര സ്കില്ലുകൾ ഉണ്ട് അല്ലെ. ഇപ്പോ വന്നിരിക്കുന്ന എംപ്ലോയീസിനെക്കാട്ടിലും കൂടുതൽ, ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്ന എംപ്ലോയീസിനെക്കാട്ടിലും കൂടുതൽ എക്സ്പീരിയൻസും നോളജും ഡെവലപ്പ് ആയിട്ടുണ്ട് അദ്ദേഹത്തിന് അല്ലെ. ഇങ്ങനെ നമ്മളിപ്പോ പ്രമോഷൻ കൊടുക്കുന്ന വ്യക്തിയില് എന്തുണ്ടാകുന്നുണ്ട്, നല്ല രീതിയിൽ നോളജ് അതുപോലെ തന്നെ സ്കില്ലും ഡെവലപ്പ് ആയിട്ടുണ്ട്. കാരണം എന്താ, അദ്ദേഹത്തിന് അത്ര കണ്ട എക്സ്പീരിയൻസ് ആ എന്തിലുണ്ട്, ആ ഓർഗനൈസേഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ സീനിയോറിറ്റി അനുസരിച്ചിട്ടാണ് നമ്മള് ഓരോ ഓർഗനൈസേഷനിലും പ്രമോഷനുകൾ കൊടുക്കുന്നത് ഇല്ലേ. ഇപ്പൊ വന്ന് അല്ലെങ്കിൽ ഇപ്പോ ജോയിൻ ചെയ്തിരിക്കുന്ന എംപ്ലോയീസിന് നമ്മള് ഒരു വർഷം കഴിയുമ്പോ അല്ലെങ്കിൽ എന്താ 3 മാസം അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ പ്രമോഷൻ കൊടുക്കാറുണ്ടോ? ഇല്ല. സീനിയോറിറ്റി അനുസരിച്ചിട്ടാണ് ആളുകൾക്ക് പ്രമോഷൻ കൊടുക്കുന്നത്. അത് ഇന്റേണലി അല്ലെ, ഓർഗനൈസേഷനിൽ ഇന്റേണൽ പ്രമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓർഗനൈസേഷനിൽ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആളുകളെ നോളജും അതുപോലെ തന്നെ സ്കില്ലും ഡെവലപ്പ് ആയിട്ടുള്ള കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളെ നമ്മള് ഓരോ പൊസിഷനിലേക്കും നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പ്രമോഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ,
ഇനി എന്താ ഫ്ലെക്സിബിലിറ്റി, പ്രൊവൈഡിങ് എ ഫ്ലെക്സിബിൾ വർക്ക് എൻവയോൺമെന്റ് ടു ദ എംപ്ലോയീസ്, മേക്ക് ദം ടു മോർ അഡാപ്റ്റബിൾ to the organization and bring out their creativity. അപ്പൊ എന്താണ് ഒരു വഴക്കം, ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ വഴക്കം അല്ലെ. ഓരോ ഓർഗനൈസേഷനിലും അവിടുത്തെ വർക്കിംഗ് എൻവയോൺമെന്റ് നല്ല രീതിയിൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണെങ്കിൽ നമുക്ക് എന്താണ് അവിടെ വർക്ക് ചെയ്യാനായിട്ടായാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെ, എംപ്ലോയീസിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടാനായിട്ടൊരു ചാൻസ് ഉണ്ട് അല്ലെ. അല്ലെങ്കിൽ എന്താണ് ഭയങ്കര വർക്കിംഗ് എൻവയോൺമെന്റ് വളരെ മോശമാണ്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ വളരെ നമ്മളോട് റഫായിട്ടാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോ ഡൗട്ടുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു തരില്ല, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ മേലധികാരികൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ നമുക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോ ഒരു കഷ്ടി ഒരു 6 മാസമോ അല്ലെങ്കിൽ 1 വർഷം എങ്ങനെയെങ്കിലും നമ്മൾ അവിടെ പിടിച്ചു നിന്നിട്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 6 മാസം വരെ അവിടെ പിടിച്ചു നിന്ന് ചിലപ്പോൾ റിസൈൻ ചെയ്ത് വരാറുണ്ട്. അങ്ങനെയും പല ആളുകളെയും നമ്മുടെ ജീവിതാനുഭവത്തിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ. ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർ നമ്മളോട് പറഞ്ഞു തരുന്ന പല അനുഭവങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവർ ടാർജറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്, നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ അല്ല എന്നൊക്കെ നമ്മളോട് പറഞ്ഞു തരാറുണ്ട്. അതുപോലെ നല്ല രീതിയിലുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ ആണ് എംപ്ലോയീസിന് കിട്ടുന്നതെങ്കിൽ അവിടെ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അവരവിടെ നിലനിന്ന് പോവാനായിട്ട് അവരൊരു സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഓക്കെ, പിന്നെന്താ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. ഓക്കെ, maintaining a positive workplace where employees are free to express their ideas, take part in the decision-making process, encourage employees to achieve goals, and are rewarded for the better performance, lead to employees retention. അപ്പൊ എന്താണ് നല്ലൊരു റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെ, നമ്മളുടെ ഐഡിയാസ് ഇപ്പോ ഓരോ കാര്യങ്ങളും നമ്മൾ നേരത്തെ പല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ പുതിയൊരു എന്തെങ്കിലും ടെക്നോളജിയോ പുതിയ സിസ്റ്റംസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാറുണ്ട് ഐഡിയാസുകൾ അല്ലെ. അവിടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളോടായാലും എംപ്ലോയീസിനോടായാലും ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയാലും കുറെ നമ്മുടെ സജഷൻസ്, നമ്മുടെ ഐഡിയാസ് ഒക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ്, ഇപ്പോ പുതിയൊരു സ്ട്രാറ്റജിയോ പുതിയൊരു ടെക്നോളജിയോ ഇന്നോവേഷൻസ് ഒക്കെ നമ്മുടെ കമ്പനിയിൽ വരാൻ പോവുകയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അല്ലെ? നമ്മളോട് അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ എംപ്ലോയീസിന്റെ മനസ്സിൽ എന്താ തോന്നാം, അവര് നമ്മളെ കൺസിഡർ ചെയ്യുന്നുണ്ട്, അവരെ നമുക്ക് ഓരോ കാര്യങ്ങളിലും നമ്മളോട് ഇങ്ങനെയുള്ള ഡിസിഷൻസ് ചോദിക്കുന്നത് കൊണ്ട് തന്നെ അവരെ നമ്മളെ കൺസിഡർ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും നടത്തുന്നത് എന്ന് എംപ്ലോയീസിന്റെ മനസ്സിൽ തോന്നും അല്ലെ. അപ്പൊ നമ്മുടെ കോൺഫിഡൻസ് ലെവല് കൂടും. എന്തും പറയാനായിട്ടുള്ളൊരു കാര്യങ്ങൾ ഇപ്പോ നല്ലതായാലും ചീത്തയായാലും ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങള് പല ഇഷ്യൂസും വരാൻ സാധ്യതയുണ്ട് അല്ലെ. നമ്മൾക്കിപ്പോ എന്തും പറയാം, എന്തിപ്പോ അതിന്റെ അഡ്വാൻറ്റേജ് ആയാലും ഡിസഡ്വാൻറ്റേജ് ആയാലും നമുക്ക് മേലധികാരികളോട് തുറന്ന് പറയാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് നമ്മുടെ ഓർഗനൈസേഷനിൽ കൊണ്ടുപോകുന്നതെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് വർക്ക് ചെയ്യാനായിട്ടും നല്ല രീതിയിൽ സക്സസ് ഉണ്ടാക്കാനായിട്ടും അല്ലെ, ഓർഗനൈസേഷന്റെ ഗോൾ എന്താണോ അത് അച്ചീവ് ചെയ്യാനായിട്ട് എല്ലാവരും കൂട്ടമായി നിന്നുകൊണ്ട് കോർഡിനേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും കൂട്ടമായിട്ട് ഒറ്റ കൈയോടെ നിന്ന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുവഴി ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് പറയുന്നത് റിവാർഡ് ഫോർ ബെറ്റർ പെർഫോമൻസ് അല്ലെ. എംപ്ലോയീസിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ തന്ത്രങ്ങൾ അവിടെ നമുക്ക് പയറ്റാൻ സാധിക്കുന്നുണ്ട്, അങ്ങനെ സ്ട്രാറ്റജീസ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെ തന്ത്രങ്ങളാണ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ തന്ത്രങ്ങളാണ് അല്ലെ. അവിടെ നിലനിർത്താനായിട്ട് എംപ്ലോയീസിനെ നിലനിർത്തി പോകാനായിട്ട് നമുക്ക് ബെറ്റർ പെർഫോം ചെയ്യുന്ന എംപ്ലോയീസിന് റിവാർഡ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ അല്ലെ, പാരിതോഷികങ്ങൾ കൊടുക്കുന്നതിലൂടെ അവരെ നമ്മുടെ കമ്പനിയിൽ നിലനിർത്താൻ പറ്റും ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു ബെറ്റർ മാനേജ്മെന്റ് ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ എംപ്ലോയീസ് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആകാനായിട്ടും ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊഴിഞ്ഞു പോക്ക് കുറയ്ക്കാനായിട്ട് അല്ലെ, ടേൺ ഓവർ റേറ്റ് അത് കുറയ്ക്കാനായിട്ടും
അതുപോലെ തന്നെ അവിടെ നിലനിർത്താനായിട്ടും റിറ്റെയിൻ ചെയ്യിപ്പിക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. ഇനി സെൽഫ് മോട്ടിവേഷൻ, നത്തിങ് ക്യാൻ ബി ഇഫക്റ്റീവ് if the employees is not self determined and motivated to work. അല്ലെ, ഒരു സെൽഫ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അവർക്ക് കോൺഫിഡൻസ് ലെവൽ കൂടും. അതുവഴി എന്താണ് നല്ല രീതിയിൽ അവർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടായാലും, അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാം, അവരെ സൂപ്പർവൈസ് ചെയ്ത് നിൽക്കാം, അല്ലെ, ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനായിട്ട് ഓരോ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാം, അവരെ സൂപ്പർവൈസ്, അവരെ മേൽനോട്ടം വഹിച്ചു നിർത്തുമ്പോൾ അവർക്ക് എന്താണ്, അവർക്ക് കൂടി ഒരാളുണ്ട്, അല്ലെങ്കിൽ എന്ത് പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് തെറ്റുകൾ വന്നാലും തിരുത്താനായിട്ട് എന്റെ മേലധികാരികൾ എന്റെ കൂടെ ഉണ്ട്, ഒരു മോട്ടിവേഷൻ തന്നിട്ടുണ്ടെങ്കിൽ എന്താ, അവർക്ക് സെൽഫ് കോൺഫിഡൻസ് കൂടും, അല്ലെ, ഒരു എന്താണ് ആത്മവിശ്വാസം കൂടും. അതുവഴി നല്ല രീതിയിൽ വർക്കും കാര്യങ്ങളും ചെയ്യാനായിട്ടും എന്ത് സംശയങ്ങളും ഉണ്ടെങ്കിലും എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും അവരോട് ചോദിക്കാനായിട്ട് ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതുവഴി നല്ല രീതിയിൽ വർക്കുകൾ കംപ്ലീറ്റ് ആക്കാനായിട്ട് എറേഴ്സുകളൊന്നും കൂടാതെ, അല്ലെ, ബയാസുകൾ അല്ലെങ്കിൽ എറേഴ്സുകളൊന്നും കൂടാതെ അവർക്ക് നല്ല രീതിയിൽ വർക്കുകൾ കംപ്ലീറ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഇനീഷ്യേറ്റീവിൽ വരുന്നത്. ബാക്കിയുള്ള പോയിന്റ് വായിച്ചു നോക്കാം കേട്ടോ. ട്രെയിനിങ് ഡെവലപ്മെന്റ്, സക്സഷൻ പ്ലാനിങ്, ഫ്ലെക്സിബിലിറ്റി, റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, സെൽഫ് മോട്ടിവേഷൻ വായിച്ചു നോക്കാം കേട്ടോ.
നെക്സ്റ്റ് നോക്കാം, കോമ്പൻസേഷൻ മാനേജ്മെന്റ്. ഓക്കെ, compensation management refers to the establishment and implementation of sound policies, programs and practices of employee compensation. എന്താ പറയുന്നത് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അണ്ടർലൈൻ ചെയ്യാട്ടോ. Compensation management refers to the establishment and implementation of sound policies, programs and practices of employees compensation. എന്താണ് ഈ കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? എംപ്ലോയി കോമ്പൻസേഷനുമായിട്ട് ബന്ധപ്പെട്ട പോളിസീസുകൾ അല്ലെ, പോളിസീസുകള്, പ്രോഗ്രാംസുകള്, പ്രാക്ടീസുകളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്താണെന്ന് പറഞ്ഞാല് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് എംപ്ലോയി കോമ്പൻസേഷനുമായിട്ട് ബന്ധപ്പെട്ട പോളിസീസ് ആയാലും പ്രോഗ്രാംസ് ആയാലും പ്രാക്ടീസുകളായാലും അത് ഇംപ്ലിമെന്റ് ചെയ്ത് എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തില്ല. ഇത് ഈസ് എസെൻഷ്യലി the application of a systematic and scientific approach for compensating the employees for their work in a fair, equitable and logical manner. ഇങ്ങനെ എംപ്ലോയീസിന് നമ്മൾ എന്താണ് കോമ്പൻസേഷൻ നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് എന്താണ് കോമ്പൻസേഷൻ കൊടുക്കുന്നതല്ല, അവരുടെ പ്രതിഫലം, അവരുടെ വർക്ക്, അവർ ചെയ്യുന്ന വർക്കിന് നമ്മൾ പ്രതിഫലം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതെങ്ങനെ വേണമെന്ന് പറയുന്നത് their work in a fair അല്ലെ, ന്യായമായ രീതിയിലും ഇക്വിറ്റബിൾ അല്ലെ. ഇപ്പോ നമ്മളൊരു കമ്പനിയിൽ ഒരു 10 പേരെ നമ്മൾ സെലക്ട് ചെയ്തെടുത്തു. ഓക്കെ, അപ്പോ ആ സെയിം ഡേയിൽ തന്നെ സെയിം മന്തില് നമ്മൾ 10 പേരെ സെലക്ട് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു, ഇനി ഒരു മാസം കഴിയുമ്പോൾ അവർക്ക് സാലറി നമ്മൾ കൊടുക്കണം. ഓക്കെ, ന്യായമായ രീതിയിലും ഇക്വിറ്റബിള് എന്താണ്, ഈക്വൽ ആയിട്ട് വേണം കൊടുക്കാനായിട്ട്. ഈ 10 പേര് നമ്മൾ എടുത്തു. എന്നിട്ട് മാനേജർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് എന്താണ് നമ്മൾ സാലറി കൂട്ടി കൊടുക്കാനായിട്ട് പറ്റൂ? ഇല്ല അല്ലെ. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരാൾക്ക് ചിലപ്പോ 20,000, ഒരാൾക്ക് 18,000, ഒരാൾക്ക് 25,000, അങ്ങനെ ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റൂ? ഇല്ല. കാരണം എന്താണ്, ഒരേ സമയം വന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് തോന്നിയ പോലെ, മാനേജർക്ക് തോന്നിയതുപോലെ കൊടുക്കാനായിട്ട് പറ്റില്ല. ന്യായമായ രീതിയിലും ഈക്വലി അല്ലെ, ഈക്വൽ ആയിട്ട് വേണം കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ എന്താ, ലോജിക്കൽ മാനർ, യുക്തിപരമായിട്ടുള്ള രീതിയിലും വേണം ആളുകൾക്ക് എന്താണ് പ്രതിഫലം കൊടുക്കാനായിട്ട്. അപ്പൊ എന്താണ് എന്താ പ്രതിഫലം ആളുകൾക്ക്, അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെ വേണം നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട്? ഫെയർ ആയിട്ടും ഇക്വിറ്റബിൾ ആയിട്ടും യുക്തിപരമായിട്ടും അല്ലെ, ലോജിക്കൽ മാനറിലും വേണം കൊടുക്കാനായിട്ട്. കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഈസ് കൺസേൺഡ് വിത്ത് കോമ്പൻസേഷൻ to employees for their work and contribution for attaining organization goal. അതുപോലെ തന്നെ എന്താണ് ഈ കോമ്പൻസേഷൻ മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് എന്തൊക്കെയാണെന്നാ പറയുന്നത്? കോമ്പൻസേഷൻ മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് എന്താണ്, ഓർഗനൈസേഷനിലെ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ എംപ്ലോയീസിന്റെ കോമ്പൻസേഷൻ, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളും ആരുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്? ഈ കോമ്പൻസേഷൻ മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. അവരാണ് ഓരോ കാര്യങ്ങളും അല്ലെ, കോമ്പൻസേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, എംപ്ലോയീസിന് കൊടുക്കേണ്ട കോമ്പൻസേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായാലും അതുവഴി ഓർഗനൈസേഷന്റെ ഗോള് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളായാലും ശ്രദ്ധയിൽപ്പെടേണ്ടത്, അല്ലെങ്കിൽ അവരാണ് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. കോമ്പൻസേഷൻ മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങള് എംപ്ലോയീസിന്റെ കൊടുക്കുന്ന, അവരുടെ വർക്കിന് അവർ കൊടുക്കുന്ന കൂലി അല്ലെ, കോമ്പൻസേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഗോൾ അച്ചീവ് ചെയ്യേണ്ടതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്. Obviously, it is concerned with the designing and implementing total compensation package. It is also known as wage and salary administration or remuneration management.
അണ്ടർലൈൻ ചെയ്യാട്ടോ. It is also known as wage and salary administration or remuneration management. നമ്മൾ എന്താണ് അവിടെ പറയുന്നത്, ആ പാരഗ്രാഫിൽ പറയുന്നത് എന്താ, വ്യക്തമായും മൊത്തം എന്താണ് കോമ്പൻസേഷൻ പാക്കേജ് അല്ലെ, കോമ്പൻസേഷൻ പാക്കേജുകള് രൂപകൽപ്പന ചെയ്യുന്നതിലും നടപ്പിലാക്കുന്നതിലും ഇത് ശ്രദ്ധാലുവാണ് അല്ലെ. കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പൻസേഷൻ പാക്കേജുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലും ഡിസൈൻ ചെയ്യുന്നതിലും അവര് ഈ കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്താണ്, ശ്രദ്ധാലുവാണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കോമ്പൻസേഷൻ മാനേജ്മെന്റിനെ പറയുന്ന മറ്റു രണ്ട് പേരുകളാണ്. എന്തൊക്കെയാണ്, ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് റെമ്യൂണറേഷൻ മാനേജ്മെന്റ് അല്ലെ. അവർക്ക് കൊടുക്കുന്ന സാലറി ആയതുകൊണ്ട് തന്നെ റെമ്യൂണറേഷൻ മാനേജ്മെന്റിന്റെയും ഈ കോമ്പൻസേഷൻ മാനേജ്മെന്റിനെ പറയുന്നുണ്ട്. അണ്ടർലൈൻ ചെയ്യാട്ടോ. ഫസ്റ്റ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് തുടങ്ങുന്നത് അതിന്റെ റെഫേഴ്സ് ടു ദ എന്നുള്ള ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അതുപോലെ തന്നെ നാലാമത്തെ ലൈനില് വേജസ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷനും റെമ്യൂണറേഷൻ മാനേജ്മെന്റും അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ഇനി ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെ, അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പല ഡെഫിനേഷൻസും റിക്രൂട്ട്മെന്റ് ആൻഡ് എന്താ സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് അതിനകത്ത് നമ്മൾ കുറെ ഡെഫിനേഷൻസുകൾ പഠിക്കുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടാണെന്ന് അറിയാം മിസ്സിന്. എന്നാലും എന്താണ് ഡെഫിനേഷൻസ് പഠിച്ചേ പറ്റുള്ളൂ. ആരുടെയൊക്കെ, അല്ലെങ്കിൽ അത് ആരുടെ ഡെഫിനേഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഈ കോമ്പൻസേഷൻ മാനേജ്മെന്റിലും ഡെഫിനേഷൻ ഉണ്ട്. അപ്പൊ ഓരോ ഡെഫിനേഷനും കാണുമ്പോഴും അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കുക. ആരുടേതാണ്, അല്ലെങ്കിൽ ഇത് ആര് ഡിഫൈൻ ചെയ്തതാണ്, ആര് കോയിൻ ചെയ്തതാണ്, കോയിൻഡ്, ഡിഫൈൻഡ്, പ്രപ്പോസ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എക്സാം എഴുതിയവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ഇനി ഡെഫിനിഷൻ നോക്കാം. എന്താണ്, അക്കോർഡിംഗ് ടു കാസിയോ 1995 അദ്ദേഹം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഡെഫിനേഷൻ ആണ്. കോമ്പൻസേഷൻ ഇൻക്ലൂഡ്സ് ഡയറക്റ്റ് ക്യാഷ് പേയ്മെന്റ് ആൻഡ് indirect payments in form of employees benefit and incentives to motivate employees to strive for higher level of productivity. എന്താ അതിൽ പറയുന്നത്, കോമ്പൻസേഷൻ ഇൻക്ലൂഡ്സ് ഡയറക്റ്റ് ക്യാഷ് പേയ്മെന്റ് ഉണ്ട്, അതുപോലെ ഇൻഡയറക്റ്റ് ക്യാഷ് പേയ്മെന്റ് ഉണ്ട് അല്ലെ. in form of employees benefit and incentive to motivate employees to strive for higher level of productivity. എന്താണ് പറയുന്നത്, കാസിയോന്റെ അഭിപ്രായത്തില് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉയർന്ന ഉൽപാദനക്ഷമതയ്ക്കായിട്ട് പരിശ്രമിക്കാൻ ജീവനക്കാരെ പ്രേരിപ്പിക്കുന്നതിനായിട്ട് ജീവനക്കാരുടെ ആനുകൂല്യങ്ങളുടെയും പ്രോത്സാഹനങ്ങളുടെയും രൂപത്തില് നേരിട്ടുള്ള പണമടയ്ക്കലുകളും പരോക്ഷമായ പണമടയ്ക്കലുകളും നഷ്ടപരിഹാരത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ആ കോമ്പൻസേഷനിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്, അവർക്ക് കൊടുക്കുന്ന എന്താണ് പ്രതിഫലത്തില് എന്തൊക്കെയാണ് ഉൾപ്പെടുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ എന്താണ് ഡയറക്റ്റ് ക്യാഷ് പേയ്മെന്റും അല്ലെ, ഡയറക്റ്റ് ക്യാഷും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ്, അവർക്ക് എന്താണ് നല്ല രീതിയിൽ ഓർഗനൈസേഷണൽ പ്രൊഡക്ടിവിറ്റി ഒരു സക്സസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റുകളാണ് അല്ലെ, ഇൻസെന്റീവ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ പലതരത്തിലുള്ള ബെനിഫിറ്റുകൾ അവർക്ക് കൊടുക്കുന്നുണ്ട് അല്ലെ. ഡയറക്റ്റ് ആയിട്ടായാലും ഇൻഡയറക്ട്ലിയും അവർക്ക് കൊടുക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്, കോമ്പൻസേഷൻ അല്ലെങ്കിൽ കോമ്പൻസേഷൻ മാനേജ്മെന്റ്. ക്ലിയർ ആയോ? അപ്പൊ കാസിയോന്റെ അഭിപ്രായത്തില് പറയുന്ന കോമ്പൻസേഷൻ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളത് ആ ഡെഫിനേഷൻ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. എന്താണ് കോമ്പൻസേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ, അവർക്ക് കൊടുക്കുന്ന പ്രതിഫലത്തില്. ഓക്കെ, അപ്പൊ അവർക്ക് കൊടുക്കുന്ന പ്രതിഫലത്തില് എന്താണ് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് നല്ല രീതിയിലുള്ള ഒരു സക്സസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് മറ്റു ഓർഗനൈസേഷനുകൾ അല്ലെങ്കിൽ മറ്റു ഫേമുകളെ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് സക്സസ് ഉണ്ടാക്കാനായിട്ട് നല്ല രീതിയിലുള്ള ഒരു എന്താ സ്റ്റാൻഡേർഡ് ആയിട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഓർഗനൈസേഷൻ ആയിട്ട് മാറാൻ വേണ്ടതായിട്ടുള്ള ആ പ്രൊഡക്ടിവിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആളുകൾക്ക് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നല്ല രീതിയിലുള്ള ഒരു സാലറി ബെനിഫിറ്റ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നിരുന്നാൽ മാത്രമാണ് നമ്മുടെ ഓർഗനൈസേഷനിലെ ആളുകൾ നിലനിൽക്കുള്ളൂ. അപ്പൊ എങ്ങനെയാണ് സാലറി ബെനിഫിറ്റ് കൊടുക്കുക, ഇൻസെന്റീവ് കൊടുക്കുക അല്ലെ.
ഡയറക്റ്റ് ആയിട്ടുള്ളതും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിലും പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്യാം. അതുപോലെ തന്നെ ഡെഫിനീഷൻ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഫോർത്ത് ലൈനില് സെക്കൻഡ് ലൈൻ എന്താണ്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ ആൻഡ് റെമ്യൂണറേഷൻ മാനേജ്മെന്റ്. അതുകൂടി അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കാം. അതുപോലെ തന്നെ ഫെയർ, ഇക്വിറ്റബിൾ, ലോജിക്കൽ മാനർ കോമ്പൻസേഷൻ ഈ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയുള്ള രീതിയിലാണ് എന്നുള്ളത് കൂടി ഓർത്ത് വെക്കാം. ന്യായമായ രീതിയിലും ഇക്വിറ്റബിലിറ്റി ഈക്വലി കൊടുക്കുക, അതുപോലെ തന്നെ യുക്തിപരമായിട്ടുള്ള രീതിയിൽ വേണം കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യാനായി. ഇത്ര വരെ എടുക്കുന്നുള്ളൂ മിസ്. ഇത്ര വരെയും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇത്ര വരെയും വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.